സംസാരം കേൾക്കാനൊക്കെ വലിയ തമാശയാണ്. എന്നാൽ അല്പം കൂടിപ്പോയോ? നിങ്ങൾ കണ്ടു നോക്കിയ ഒരു വീഡിയോ. കണ്ടല്ലോ സഹോദരങ്ങളെ, പള്ളിക്കാട്ടിൽ ചെന്ന് ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ അത് വീഡിയോ ചെയ്യാൻ ഒരാളെ ഏൽപ്പിച്ചുകൊണ്ട്, അല്ലാതെ സ്വന്തം വീഡിയോ ചെയ്യാൻ കഴിയില്ലല്ലോ, ഒരാൾ കൂടെ വേണമല്ലോ. എന്നിട്ട് അത് വാട്സപ്പിലൂടെ ഒക്കെ പ്രചരിപ്പിക്കുമ്പോൾ ഒരു വേള നമ്മൾ ആലോചിക്കണ്ടേ? കുഞ്ഞാൻ പാണ്ടിക്കാട് നിന്നോട് സ്നേഹത്തോടെ പറയട്ടെ, അള്ളാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷം അറിയിക്കപ്പെട്ട ബഹുമാനപ്പെട്ട സയ്യിദുന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖബർ എന്ന് കേൾക്കുമ്പോൾ തന്നെ വല്ലാതെ പൊട്ടിക്കരയുമായിരുന്നു. എന്തുകൊണ്ട്? ആ ഖബറിന്റെ ഭയാനകത ആലോചിച്ചുകൊണ്ടാണ്. സ്വർഗം കൊണ്ട് സന്തോഷം അറിയിക്കപ്പെട്ട ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഖബറിനെ കുറിച്ച് കേൾക്കുമ്പോൾ കാണുമ്പോഴൊക്കെ കരയുമ്പോൾ നമ്മൾ കരഞ്ഞില്ലെങ്കിലും ഇത്തരം കോപ്രായത്തരങ്ങളൊന്നും ഒഴിവാക്കിക്കൂടെ? ഇത് അതിന്റെ സംഗതിയാണോ? ഖബറൊന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ട് നീ കരയേണ്ടതാ. വല്ലാത്തൊരു വീടാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഭൗതികമായ ലോകത്തുള്ള വീടിൽ വെച്ചുകൊണ്ട് ഏറ്റവും അവസാനത്തെ വീടും പാരത്രികമായ ലോകത്തേക്കുള്ള വീട്ടിൽ വെച്ചുകൊണ്ടുള്ള ഒന്നാമത്തെ വീടാണ്. ആ ഖബറാകുന്ന വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടാൽ ആഖിറം വിജയിച്ചു, അല്ലെങ്കിൽ പരാജയപ്പെട്ടു. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. നമ്മൾ കുഞ്ഞാൻ പാണ്ടിക്കാട് നിന്നോട് സ്നേഹത്തോടെ പറയാണ്, നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് ഉപകാരമുണ്ടാവണ്ടേ? ഈ വീഡിയോ കൊണ്ട് എന്ത് ഉപകാരമാ ജനങ്ങൾക്ക് ഉണ്ടാവുക? നിനക്ക് തോന്നും ഇതൊക്കെ നല്ല കാര്യമാണ്, ജനങ്ങൾ ലൈക്ക് അടിക്കും, സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഇത് കാണുന്ന ആളുകൾ നിന്നെ കുറിച്ചൊരു നെഗറ്റീവ്, നിന്നുള്ള മഹബത്ത് കുറഞ്ഞു വരികയാണ്. അത് നീ ആലോചിക്കണം. നിന്നെ ആക്ഷേപിക്കാനോ കുറ്റം പറയാനോ അല്ല. എന്നെ കേൾക്കുന്ന ആളുകളോട്, ശ്രോതാക്കളോട്, ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. സ്വന്തം ഉമ്മയെ വെച്ചുകൊണ്ട്, ഭാര്യമാരെ വെച്ചുകൊണ്ട്, ഉളുപ്പില്ലാതെ ഭാര്യയുടെ വീഡിയോ എടുത്തുകൊണ്ട് ഞങ്ങൾ അങ്ങാടിയിൽ പോകുന്നു, പച്ചക്കറി വാങ്ങാൻ പോവാണ്, തക്കാളി വാങ്ങാൻ പോവാണ്, തേങ്ങ വാങ്ങാൻ പോവാണ്, അരക്കാൻ പോവാണ്, ഇങ്ങനെ അവർ ചെയ്യുന്ന ദൈനംദിന കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് എന്തിന് നാട്ടുകാരെ കാണിക്കണം? അവ കാണിക്കുന്ന ആളുകൾക്ക് എന്തായാലും ഉളുപ്പില്ല. പക്ഷെ അത് കാണുന്ന, അവരെ സപ്പോർട്ട് ചെയ്യുന്ന ശ്രോതാക്കളായി നിങ്ങളോട് നമുക്കത് നിർത്തിക്കൂടെ? നല്ല കാര്യങ്ങളാണെങ്കിൽ കാണുക. ഒരു വീഡിയോ കാണുമ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് ലഭിച്ചു, നമുക്ക് എന്ത് അറിവ് ലഭിച്ചു, അത് നാം മനസ്സിലാക്കണം. അല്ലാത്ത കാര്യങ്ങൾക്ക് ഒഴിവാക്കുക. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹബീബായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഒരു മനുഷ്യനെ അള്ളാഹു ഇഷ്ടപ്പെട്ടു എന്നതിൻ്റെ അടയാളം, അതല്ലെങ്കിൽ അള്ളാഹു പരിഗണിക്കുന്നില്ല എന്നതിൻ്റെ അടയാളം, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി സമയം മെനക്കെടുത്തുന്നു. ഇങ്ങനെ ഒരു കാര്യവുമില്ലാതെ, ഒരു ലക്ഷ്യവുമില്ലാതെ തോന്നിവാസങ്ങൾ പ്രചരിപ്പിക്കാനും അത് കാണുകയും ചെയ്യുന്ന ആളുകൾ ഈ ഹദീസ് ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നല്ലത് കാണാനും നല്ലത് പ്രവർത്തിക്കാനുള്ള മനസ്സ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം ദുആ വസിയത്തോടു കൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.